അപ്പോൾ ഇനി ബയോളജി 8ാം ക്ലാസ്സുകാരുടെ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സുകാർക്ക് ഇപ്പോൾ എക്സാം ആണല്ലോ, അപ്പോൾ അത് ഉപയോഗപ്പെടുമല്ലോ. ദെൻ ഇനിയും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചോദ്യത്തിലേക്ക് കിടക്കാണ്. ഐഡൻറ്റിഫൈ ദ റിലേഷൻ ബിറ്റ്വീൻ ദ വേർഡ്സ് ഓഫ് ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ആദ്യത്തെ പെയർ എങ്ങനെയാണോ അവർ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തെ പെയറും നോക്കിയിട്ട് അതേ രീതിയിൽ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തേൽ മഷ്റൂം, ഫംഗി, ക്യാറ്റ്, ഫെലിസ്, ഡൊമസ്റ്റിക്സ്. അങ്ങനെയാണെങ്കിൽ അമീബ എന്തായിരിക്കുന്നതാണ്? അമീബ പ്രൊട്ടിസ്റ്റ. കേട്ടോ, അമീബയുടെ എന്താ? പ്രൊട്ടിസ്റ്റ. പിന്നെ ക്രോവ് എന്താണ്? കൊർവസ് സ്പ്ലെൻഡൻസ്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പൂരിപ്പിച്ചിട്ടുള്ളത്. കണ്ട, അമീബ, പ്രൊട്ടിസ്റ്റ, ക്രോ, കൊർവസ് സ്പ്ലെൻഡൻസ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോവിങ്. ഇതിൽ തന്നിരിക്കുന്നതിൽ ഓഡ് വൺ ഏതാണ്? അതിനെ പുറത്താക്കണം. ആൻഡ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതേഴ്സ്. മറ്റേതിൻ്റെ കോമൺ ഫീച്ചേഴ്സ് എഴുതണം. അപ്പോൾ മുറ, നീലിരവി, ജംനാപ്യാരി, ബദ്വാരി ഇതെല്ലാം. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ജംനാപ്യാരിയാണ് ഔട്ടാവേണ്ടത്. കാരണം ബാക്കിയെല്ലാം തന്നെ അതേഴ്സ് ആർ ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് ബഫല്ലോ. ബാക്കിയെല്ലാം എന്താണ്? അതേഴ്സ് ആർ ഹൈബ്രിഡ് വെറൈറ്റീസ് ഓഫ് ബഫല്ലോ. കേട്ടോ, രണ്ടാമത്തത്. മൂന്നാമത്തത് റിറൈറ്റ് ദ ഫോളോവിങ് സെൻറ്റൻസസ് കറക്റ്റ്ലി. നമ്മളോട് കൃത്യമായിട്ട് ഇത് എഴുതാൻ പറയാണ്. അപ്പോൾ ഇഫ് ദർ ഈസ് എനി എറർ ഇൻ ദ അണ്ടർലൈൻ പാർട്ട്. ഇവിടെ ഓരോ ലൈനിൻ്റെയും അടിയിലോരോ വരകളുണ്ട്. കണ്ട, ആ വരകളിൽ ഏതെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടായിരിക്കും. ഈ തെറ്റുകൾ നമ്മൾ തിരുത്തിയിട്ട് നമ്മളത് കറക്റ്റാക്കി എഴുതാനാണ് പറയണത്. അപ്പോൾ ആദ്യത്തെ, അരിസ്റ്റോട്ടിൽ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ബോട്ടണി. അരിസ്റ്റോട്ടിലാണ് ബോട്ടണിയുടെ നമ്മുടെ സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് അരിസ്റ്റോട്ടിൽ. ഇത് ശരിയോ തെറ്റോ? തെറ്റാണെങ്കിൽ നമ്മൾ തിരുത്തി എഴുതണം. കേട്ടോ, അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ നമുക്കത് തെറ്റാണ്. അരിസ്റ്റോട്ടിലല്ല. ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ് ബോട്ടണിയുടെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്. എന്താണ് പേര്? തിയോഫ്രാസ്റ്റസ്. വേണ്ട, സ്പെല്ലിങ് അടക്കം കേട്ടോ. തിയോഫ്രാസ്റ്റസ് ആണ്. ഓക്കെ, ദെൻ അടുത്തത് പറയണത്, അടുത്തൊരു സംഭവം പറയുന്നത് മൊനീറ ഇൻക്ലൂഡ്സ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസസ്. ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ പറയുന്നത് വ്യക്തമായ ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് മൊനീറ. ഏതാണ് പറയുന്നത്. അപ്പോൾ ഇത് തെറ്റാണോ ശരിയാണോ എന്നാണ് ചോദ്യം. കേട്ടല്ലോ, നമ്മുടെ ഈ മൊനീറയിൽ പെടുന്നതാണോ ഇത്? അല്ലല്ലോ, അല്ല. ഏതിലാണ് പെടുന്നത്? പ്രൊട്ടിസ്റ്റയിൽ പെടുന്ന ഇതാണ്. അപ്പോൾ ഇവിടെ ഈ മൊനീറ എന്നുള്ള വാക്ക് മാറ്റി നമ്മളവിടെ പ്രൊട്ടിസ്റ്റ എന്നാണ് ആക്കേണ്ടത്. പ്രൊട്ടിസ്റ്റ ഇൻക്ലൂഡ്സ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് വിത്ത് ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ് എന്നാണ് ഉത്തരം വരേണ്ടത്. അപ്പോൾ മൊനീറ അല്ല, പ്രൊട്ടിസ്റ്റ. ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോണത് നാലാമത്തെ ക്വസ്റ്റ്യനാണ്. സജസ്റ്റ് എനി 2 മോഡേൺ ഫാമിംഗ് ടെക്നിക്സ് ദാറ്റ് എനേബിൾ ഫാമിംഗ് വിത്തൗട്ട് ബീയിങ് അഫക്റ്റഡ് ബൈ ദ അഡ്വേഴ്സ് ചേഞ്ച് ഇൻ ക്ലൈമറ്റ്. അതായത് നമ്മുടെ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം ദോഷകരമായി ബാധിക്കാതെ കൃഷി ചെയ്യാൻ സാധിക്കുന്ന 2 ആധുനിക കൃഷി രീതികൾ ഏതൊക്കെയാണെന്ന് പറയണം. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? പോളി ഹൗസ് ഫാമിംഗ് ആണ് ഒന്ന്. രണ്ടാമത്തത് പ്രിസിഷൻ ഫാമിംഗ്. അപ്പോൾ ഒന്ന് പോളി ഹൗസ് ഫാമിംഗ് ആണ്, രണ്ടാമത്തത് പ്രിസിഷൻ ഫാമിംഗ്. ദെൻ അടുത്തത് നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ, ഡോണ്ട് യൂസ് കെമിക്കൽ ഫെർട്ടിലൈസർ
or chemical pesticides in agricultural fields while applying microbial fertilizers. അതായത് പിന്നെ ജീവാണുവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ രാസവളമോ കീടനാശിനികളോ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കരുത്. ഇത് ഒരു കൃഷി ഓഫീസർ കർഷകർക്കുള്ള ഒരു പരിശീലന ക്ലാസ്സിൽ ദിസ് ഈസ് ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ എൻ അഗ്രികൾച്ചർ ഓഫീസർ ഇസ് ആൻ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്റ്റ് ഫോർ ഫാമേഴ്സ്. കൃഷിക്കാർക്കുള്ള ഒരു പിന്നെ നിർദ്ദേശം അദ്ദേഹം ഒരു പ്രോഗ്രാമിൽ കൊടുക്കുകയാണ് അഗ്രികൾച്ചർ ഓഫീസർ. അപ്പോൾ വാട്ട് കുഡ് ബി ദ റീസൺ ഗിവിങ് സച്ച് ഇൻസ്ട്രക്ഷൻ? ഇങ്ങനൊരു നിർദ്ദേശം അദ്ദേഹം കൊടുക്കാനുണ്ടായ കാരണം എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ക്വസ്റ്റ്യൻ്റെ ഉത്തരം യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഓർ പെസ്റ്റിസൈഡ്സ് കിൽസ് ഓർ ഡിസ്ട്രോയ് ദ മൈക്രോ ഓർഗാനിസം പ്രസൻറ്റ് ഇൻ ദ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്. മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിൽ കാണപ്പെടുന്ന പിന്നെ മൈക്രോ ഓർഗാനിസംസിനെ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ പെസ്റ്റിസൈഡ്സോ ഉപയോഗിക്കുമ്പോൾ അത്തരം മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ കൊല്ലുന്നു, ഇല്ലാതാക്കും. അപ്പോൾ ഈ പിന്നെ നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെങ്കിലാണ് നമ്മുടെ പിന്നെ ഇതിന് വളർച്ചയ്ക്ക് ഗുണമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവയെ കൊല്ലുന്നതുകൊണ്ടാണ് അത് ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം പറയാനുള്ള കാരണം. then ബി ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദ അതർ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ വൈൽ അപ്ലൈയിങ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്. ഇനി നമ്മൾ വേറെ ഒരു 2 കാര്യങ്ങൾ കൂടി, അതായത് ജീവാണുവളങ്ങൾ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റ് 2 കാര്യങ്ങൾ കൂടി എന്തെല്ലാം, അതാണിത്. ബയോ ഫെർട്ടിലൈസേഴ്സ് ഷുഡ് ബി യൂസ്ഡ്, പ്രോപ്പർ ഇറിഗേഷൻ ഷുഡ് ബി പ്രൊവൈഡ്. അതായത് ബയോ ഫെർട്ടിലൈസേഴ്സ് പിന്നെ ഉപയോഗിക്കണം, അതേപോലെ തന്നെ പ്രോപ്പർ ഇറിഗേഷനും കൂടി വേണം. അപ്പോൾ ബയോ ഫെർട്ടിലൈസേഴ്സ് ഷുഡ് ബി യൂസ്ഡ്, ബയോ ഫെർട്ടിലൈസേഴ്സ് നിർബന്ധമായി ഉപയോഗിക്കുക, പിന്നെ പ്രോപ്പർ ഇറിഗേഷൻ, നല്ല രീതിയിലുള്ള ജലസേചനവും കൊടുക്കുക. അതന്നെ അടുത്തത് നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെയിം ദ സയൻറ്റിസ്റ്റസ് റിലേറ്റഡ് ടു ടാക്സോണമി ഈസ് ഗിവൺ ബിലോ. റൈറ്റ് ദയർ കോൺട്രിബ്യൂഷൻസ് ഇൻ ദ ഫീൽഡ്. നമ്മൾ വർഗീകരണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട 2 ശാസ്ത്രജ്ഞന്മാരുടെ പേരാണ് കൊടുത്തേക്കുന്നത്. അത് അവരെന്തെല്ലാം കോൺട്രിബ്യൂഷൻസ്, എന്തെല്ലാം സംഭാവനകൾ കൂടി തന്നിട്ടുണ്ടെന്ന് നമ്മൾ പറയണം. 1ാമത്തെ ചരകൻ. ഈ ചരകൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ചരകൻ്റെ കോൺട്രിബ്യൂഷൻസ് റോട്ട് ദ ട്രീറ്റൈസ് ചരക സംഹിത, കേട്ടോ, ചരക സംഹിത, ഇൻക്ലൂഡിങ് അറൗണ്ട് 200 പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഇതാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒരു ചരക സംഹിത എന്നാണ് അതിൻ്റെ പേര്. ദെൻ അടുത്ത ആളെ നമുക്ക് നോക്കാം. അടുത്ത ആള് ജോൺ റായ്. നമ്മുടെ ചരകൻ മാത്രമല്ല വേറെ ഒന്നും കൂടി ജോൺ റായ്. എന്താണ് ജോൺ റായ് തന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷന്? ജോൺ റായ് റെക്കോർഡഡ് മോർ ദാൻ 18,000 പ്ലാന്റ്സ്, 18,000 ചെടികളോളം, 18,000 പ്ലാന്റ്സ് ഇൻ ഹിസ് ബുക്ക് നെയ്മഡ് ഹിസ്റ്റോറിയ ജനറലൈസ് പ്ലാന്റോറം. യൂസ്ഡ് ദ ടേം സ്പീഷ്യസ് ഫോർ ദ ഫസ്റ്റ് ടൈം. കേട്ടല്ലോ. അപ്പോൾ ജോൺ റേ ആണ് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് റെക്കോർഡഡ് മോർ ദാൻ 18,000 18,000 പ്ലാന്റ്സ് ഇൻ ഹിസ് ബുക്ക് നെയ്മഡ് ഹിസ്റ്റോറിയ ജനറലൈസ് പ്ലാന്റാറം. യൂസ് ദ ടേം സ്പീഷ്യസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എ മൈക്രോബ് ഈസ് ഗിവൺ ബിലോ. കുറച്ച് ക്യാരക്ടേഴ്സ് നമുക്ക് പ്രത്യേകതകൾ തന്നിട്ടുണ്ട് മൈക്രോബ്സിൻ്റെ. അത് നോക്കാം. ക്യാൻ ലീവ് ഓൺലി ഇൻസൈഡ് എ ലീവ് സെൽ. 2ാമത്തത് ഓൺ റീച്ചിങ് ദ ഹോസ്റ്റ് സെൽ മൾട്ടിപ്ലൈ യൂസിങ് ദ ഹോസ്റ്റസ് മെറ്റീരിയൽ. അപ്പോൾ 2 എണ്ണം തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഇതിൻ്റെ ഇത്? അതായത് 1ാമത്തേൽ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സൂക്ഷ്മജീവികളുടെ പ്രത്യേകതയാണ് തന്നിരിക്കുന്നത്. അതിൽ 1ാമത്തെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാൻ ലീവ് ഓൺലി ഇൻസൈഡ് ദ സെൽ, അതായത് ജീവകോശത്തിനുള്ളിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കുള്ളൂ. 2ാമത്തേത് ഓൺ റീച്ചിങ് ദ ഹോസ്റ്റ് സെൽ,
അതായത് ഏത് ആതിഥേയ കോശത്തിലാണോ എത്തുന്നത് അവിടെ അവരെ അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് ഈ പിന്നെ ഹോസ്റ്റ് സെല്ലിലെ വിഭവങ്ങൾ ഉപയോഗിച്ച് തന്നെ പെറ്റുപെരുകും. ഇതാണ് 2 കാര്യങ്ങൾ. അപ്പോൾ വിച്ച് മൈക്രോബ് ഈസ് മെൻഷൻഡ് ഹിയർ. ഇവിടെ ഏത് സൂക്ഷ്മാണുവിൻ്റെ പേരാണ് ഉദ്ദേശിക്കുന്നത്? ആരുടെ സ്വഭാവമാണ്? വൈറസിൻ്റെ സ്വഭാവമാണ് ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബി ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് ദ നെയിം ഓഫ് 2 സച്ച് മൈക്രോബ് വിച്ച് കോസ് ഡിസീസസ് ഇൻ ദ ഹ്യൂമൻ ബീയിങ്സ്. ഇതേ സ്വഭാവമുള്ള ഈ 2 സ്വഭാവമുള്ള 2 വൈറസുകളുടെ പേരാണ് ചോദിച്ചത്. ഒരു പേര് HIV, എയ്ഡ്സ് എന്ന രോഗം ഉണ്ടാക്കുന്ന ആളാണ് ഈ HIV ഈ വൈറസ്. അടുത്തത് എബോള വൈറസ് കേട്ടോ. ഈ 2 വൈറസാണ് ഇതേ സ്വഭാവമുള്ളവർ കേട്ടല്ലോ. 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. റൈറ്റ് ദ നെയിം ഓഫ് 2 ബാക്ടീരിയ പ്രസന്റ് ഇൻ ദ microbial fertilizers supplied by farmers to increase the nitrogen content of the soil. അതായത് മണ്ണിലെ നൈട്രജൻ്റെ അളവ് പിന്നെ വർദ്ധിപ്പിക്കാനായിട്ട് കർഷകർ ഉപയോഗിക്കുന്ന ജീവാണു വളങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും 2 ബാക്ടീരിയകളുടെ പേര് എഴുതുക. ഇതാണ് ചോദ്യം. അപ്പോൾ ആ 2 ബാക്ടീരിയകളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവരുടെ പേരെന്ന് വെച്ചാൽ, ഒന്ന് റൈസോബിയം, രണ്ടാമത്തത് അസറ്റോ ബാക്ടർ. 2 എണ്ണമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 എണ്ണത്തിൻ്റെ പേര് നമ്മൾ എഴുതിയാൽ മതി കേട്ടോ. ഒന്ന് റൈസോബിയം, പിന്നൊന്ന് അസറ്റോ ബാക്ടർ. ഓക്കെ. ദെൻ അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബിഫോർ എവറി ഫാമിംഗ് ടെസ്റ്റിംഗ് സോയിൽ ഈസ് ഇന്നെവിറ്റബിൾ. അതായത് ഏതൊരു കൃഷി ചെയ്യുന്നതിന് മുൻപും നമ്മുടെ പിന്നെ മണ്ണിനെ പരിശോധന ആവശ്യമാണ്. അപ്പോൾ ഇതിനോട് നമ്മൾ ഡു യു അഗ്രി, നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ യോജിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ യോജിക്കുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ എഴുതേണ്ട ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. യെസ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബൈ ടെസ്റ്റിംഗ് ദ സോയിൽ ദ പ്രസൻസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സോയിൽ ആൻഡ് pH വാല്യൂ ക്യാൻ ഐഡൻറ്റിഫൈഡ്. നമുക്ക് ഈ സോയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ദ പ്രസൻസ് ഓഫ് എലമെൻറ്റ്സ് ഈ സോയിലിൽ എന്തെല്ലാം മൂലകങ്ങളുണ്ടെന്ന് അറിയാം. പിന്നെ അതിൻ്റെ pH വാല്യൂ ക്യാൻ ഐഡൻറ്റിഫൈഡ്. അതിൻ്റെ pH വാല്യൂ എത്രയെന്ന് അറിയാനും സാധിക്കും. pH വാല്യൂ അറിഞ്ഞെങ്കിലാണ് ഏത് തരം വളമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ അറിയണമെങ്കിൽ pH വാല്യൂ വേണം. അപ്പോൾ pH വാല്യൂ അറിയാനും പിന്നെ മണ്ണിൽ ഏതൊക്കെ മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് അറിയുന്നതിനും ഇത് വളരെ അത്യാവശ്യമാണ്. തന്നെ അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സയൻറ്റിഫിക് മെത്തേഡ്സ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ദ അനിമൽസ് റിലേറ്റഡ് ടു ദ ഫീൽഡ്സ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. കണ്ടല്ലോ. അതായത് പിന്നെ കുറച്ച് ശാസ്ത്രീയ കൃഷി രീതികളും ജീവിവർഗങ്ങളെ ഉൾപ്പെടുത്തിയൊരു പട്ടിക തന്നിട്ടുണ്ട്. അത് നമ്മൾ ശരിയായ രീതിയിലൊന്ന് പൂരിപ്പിച്ചു കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ വരുന്നത് ക്യൂണി കൾച്ചർ. പിന്നെ രണ്ടാമത്തെ വരുന്നത് റയറിങ് ഓഫ് റാബിറ്റ്സ്. ദെൻ ഇനി മൂന്നാമത്തെ പറയുന്നത് റയറിങ് ഓഫ് ഹണി ബീസ്. നാലാമത്തെ പറയുന്നത് പിസികൾച്ചറാണ്. അഞ്ചാമത്തത് ഫ്ലോറികൾച്ചറാണ്. ആറാമത്തെ ലാസ്റ്റ് വൺ കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഇത് കണ്ട, റൈറ്റ് ദ ടാക്സോണമിക് ഹയറാർക്കി ഓഫ് കോക്കനട്ട് ട്രീ ബൈ ചൂസിങ് ടേംസ് ഫ്രം ദ ബോക്സ്. അപ്പോൾ അപ്രോപ്രിയേറ്റ്, അനുയോജ്യമായത് എടുത്ത് നമ്മളോട് എഴുതാൻ പറയാണ്. അതായത് തെങ്ങിൻ്റെ വിവിധ വർഗീകരണ തലങ്ങളാണ് തന്നിട്ടുള്ളത്. തെങ്ങിൻ്റെ. അപ്പോൾ നമ്മൾ ആവശ്യമനുസരിച്ച് കറക്റ്റായിട്ട് നോക്കിയെടുത്ത് എഴുതുക.
അപ്പോൾ ഇവിടെ ഒന്നാമത്തേൻ്റെ ഉത്തരം വരിക 1 തൻ്റെ ഉത്തരം പ്ലാന്റ്. ഇവിടെ 1 കണ്ടോ, ഒന്നാമത്തേൻ്റെ ഉത്തരം. രണ്ടാമത്തേൻ്റെ ഉത്തരം മോണോ കോട്ടിലഡോണ്. ഇതാണ് കേട്ടോ രണ്ടാമത്തേൻ്റെ ഉത്തരം വരുന്നത്. അടുത്തത് മൂന്നാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സീരീസ്. മൂന്നാമത്തേൻ്റെ ഉത്തരം സീരീസ് ആണ്. ഇനി നാലാമത്തേൻ്റെ ഉത്തരം ജനസ്. കേട്ടല്ലോ. അഞ്ചാമത്തേൻ്റെ ഉത്തരം കോക്കോസ്. ആറാമത്തേൻ്റെ ഉത്തരം നമ്മളിവിടെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, ന്യൂസിഫെറ. ഇതാണ് ഈ ചോദ്യം. ഇനി 12ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 12ാമത്തെ ചോദ്യം നോക്കാം. ദ സയൻറ്റിഫിക് നെയിം ഓഫ് ടൈഗർ ഈസ് പാന്തർ ടൈഗ്രസ്. വാട്ട് ഡു ദ വേർഡ്സ് പാന്തറ ആൻഡ് ടൈഗ്രിസ് ഇൻഡിക്കേറ്റ്? അതായത് നമ്മളുടെ കടുവയുടെ ശാസ്ത്രീയ നാമമാണ് പാന്തിറ ടൈഗ്രിസ്. ഈ പാന്തിറ അല്ലെങ്കിൽ ടൈഗ്രിസ് എന്ന വാക്കുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പോൾ പാന്തിറ ഇൻഡിക്കേറ്റ്സ് ജനസ് ആൻഡ് ടൈഗ്രിസ് ഇൻഡിക്കേറ്റ്സ് സ്പീഷ്യസ്. കേട്ടല്ലോ. പാന്തറസ് ജനസിനെയും ടൈഗ്രീസ് സ്പീഷ്യസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗിവിങ് സയൻറ്റിഫിക് നെയിം ഓഫ് ഓർഗാനിസംസ്? ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? അപ്പോൾ ബൈ ഗിവിങ് സയൻറ്റിഫിക് നെയിം, ഉത്തരം ബൈ ഗിവിങ് സയൻറ്റിഫിക് നെയിം ഓർഗാനിസംസ് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ് ഓൾ ഓവർ ദ വേൾഡ്. അതായത് ഇങ്ങനെ ഒരു പേര് കൊടുക്കുമ്പോൾ ലോകത്തിലെല്ലായിടത്തും പെട്ടെന്ന് ജീവിവർഗങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു സോൾവ് ദ ഡിഫിക്കൽട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് എൻ ഓർഗാനിസംസ് നോൺ ബൈ വേരിയസ് നെയിമിങ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആൻഡ് റീജിയൻസ്. പല പ്രദേശങ്ങളിലും പല ഭാഷകളിലുമൊക്കെ ഇങ്ങനെ വേറെ വേറെ പേരുകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കൈകാര്യം ചെയ്യാനായിട്ട് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും ഇങ്ങനെ ശാസ്ത്രീയ നാമം ഒരുപോലെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഒരു ഇടാനുള്ള കാരണം. അപ്പോൾ ബൈ ഗിവിങ് സയൻറ്റിസ്റ്റ് നെയിം ഓർഗാനിസംസ് ക്യാൻ ബി ഈസിലി ഐഡൻറ്റിഫൈഡ് all over the world and it helps to solve the difficulties arising out of an organisms known by various naming in different languages and regions. Then നമുക്ക് next question, name the scientist who proposed the scientific naming of organisms. ഈ ഇങ്ങനെ ജീവികളുടെ ശാസ്ത്രീകരണ രീതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ കാൾ. അദ്ദേഹത്തിൻ്റെ പേരാണ് കാൾ. കണ്ട, അദ്ദേഹത്തിൻ്റെ പേരാണ് കാൾ.